ഫുക്രിയിലേക്ക് സ്വാഗതം. സെഞ്ചുറി അടിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇന്നലെ സെഞ്ചുറി അടിച്ചു, ഇന്ന് ടീമിൽ നിന്ന് പുറത്ത്. യശസ്വി ജയ്സ്വാളിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്നലെ അഫ്ഗാനിസ്ഥാനെതിരെ അതിഗംഭീരമായ സെഞ്ചുറി അടിച്ചു പുറത്താകാതെ നിന്ന യശസ്വി ജയ്സ്വാൾ ഇന്ന് ഇംഗ്ലണ്ട് ടൂറിന് പ്രഖ്യാപിച്ച ഇംഗ്ലണ്ട് പര്യടനത്തിലെ 3 ഏകദിനങ്ങൾക്ക് പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീമിലില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അഫ്ഗാനിസ്ഥാനെതിരെ പരിക്കേറ്റ് വിരാട് കോഹ്ലി പുറത്തു പോയപ്പോഴാണ് പകരമാണ് ജയ്സ്വാൾ വന്നത്. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിലേക്ക് കോഹ്ലി തിരിച്ചു വരുന്നു, അപ്പോൾ ജയ്സ്വാൾ പുറത്ത്. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ലോജിക്ക്. വിരാട് കോഹ്ലി ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തും, അത് വിജയിച്ചാൽ അദ്ദേഹം ടീമിലുണ്ടാകും. അതാണ് ഇപ്പോഴത്തെ നിലവിൽ. ബാംഗ്ലൂരിലെ സെൻറ്റർ ഫോർ എക്സലൻസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് വിരാട് കോഹ്ലിക്ക് ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തും. ആ ഫിറ്റ്നസ് ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ, അത് വിജയിച്ചാൽ അദ്ദേഹം ടീമിലുണ്ടാകും. ജയ്സ്വാൾ പുറത്താണ്. മറ്റൊരു മാറ്റമുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയും അക്ഷർ പട്ടേലും തിരിച്ചു വരുന്നു. 2027 ലോകകപ്പിന് ഇന്ത്യൻ ടീമിനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്ന നിലയ്ക്കാണ് ജസ്പ്രീത് ബുംറയും അക്ഷർ പട്ടേലും വീണ്ടും തിരിച്ചു വരുന്ന ടീമിലേക്ക്. അങ്ങനെ 3 ഏകദിനങ്ങളാണ് അടുത്ത മാസം നടക്കുന്ന ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന പരമ്പരയിൽ 3 ഏകദിനങ്ങളാണുള്ളത്. ആ ഏകദിനത്തിലുള്ള ടീമിനെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ടീമിനെ ഒന്ന് നോക്കാം. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഇഷാൻ കിഷൻ, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, നിതീഷ് കുമാർ റെഡ്ഡി, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, പ്രസിദ്ധ് കൃഷ്ണ, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, ഗുർനൂർ ബ്രാർ. ഇതാണ് ടീം, ഇന്ന് പ്രഖ്യാപിച്ച ടീം. ശുഭ്മാൻ ഗിൽ തന്നെയാണ് ക്യാപ്റ്റൻ. വിരാട് കോഹ്ലി സബ്ജക്റ്റ് ടു ഫിറ്റ്നസ് ക്ലിയറൻസ്, അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിറ്റ്നസ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാവും. എന്തായാലും യശസ്വി ജയ്സ്വാളിൻ്റെ കാര്യം കഷ്ടമാണ്. 6 ഏകദിനങ്ങളാണ് അദ്ദേഹം മൊത്തം കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ. അതിൽ 2 സെഞ്ചുറിയാണ് അടിച്ചിട്ടുള്ളത്. 6 ഏകദിനത്തിൽ 2 സെഞ്ചുറി, അതിലൊരു സെഞ്ചുറിയാണ് ഇന്നലെ അടിച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, നിർഭാഗ്യവശാൽ അദ്ദേഹം ടീമിൽ നിന്ന് പുറത്താകുന്നു. ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ വിരാട് കോഹ്ലി തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിരാട് കോഹ്ലി ഉൾപ്പെടും എന്നതാണ് പ്രഖ്യാപനം.